ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഐ ആം ഇൽഹാൻ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മണ്ണെടുക്കാനായിട്ട് ദീദിയുടെ വീട്ടിൽ വന്നേക്കുവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് മണ്ണ് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ മണ്ണ് നമുക്ക് ചെടി നടാനായിട്ട് അത്ര നല്ല മണ്ണാണോന്നും അറിയില്ല, പക്ഷേ ഇതേ നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് ചാക്കിലൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ ദേ മണ്ണെല്ലാം ഞാൻ കട്ടയും കല്ലും വേരും എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൊക്കോപീറ്റാണ് പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണും കൊക്കോപീറ്റും പിന്നെ ഇത് കുറച്ച് ചാണകപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചാണകപ്പൊടിയാണ്. ഇതിനങ്ങനെ മണമൊന്നുമില്ല, നല്ല ലൂസായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ സാധാരണ പോട്ടി മിക്സിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ചാണകപ്പൊടിയാണ്. പിന്നെ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നൊരു കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു 5 കിലോയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ. ഇതിന് 140 രൂപയാണ് വില. അപ്പോൾ ആ ഒരു കമ്പോസ്റ്റും കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ മണലും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. മണൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. പിന്നെ ഞാനൊരു ഫംഗിസൈഡ് ചേർക്കുന്നുണ്ട്. ഇത് സാഫ് എന്ന് പറയുന്നൊരു ഫംഗിസൈഡാണ്. ഇതൊരു ചെറിയ പാക്കറ്റ് 20 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഒരു 35 രൂപയ്ക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഇതും നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്നുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാണ്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പടതയുടെ മേളിലിട്ടിരിക്കുന്നതുകൊണ്ട് ഈ പടത 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഒന്നിച്ചു വരും. എല്ലാം കൂടെ പോട്ടി മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സായി വരും. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ കുറച്ച് അധികം ഉണ്ട്. എന്നിട്ട് ഞാനിത് ഈ ഒരു കരണ്ടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഈ ചിക്കു എൻ്റെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. മണ്ണ് മിക്സ് ചെയ്യാനും ചെടി നടാനും അങ്ങനെ എല്ലാത്തിനും എൻ്റെ കൂടെ എന്നും എന്നെ സഹായിക്കാനായിട്ട് കൂടെ വരും. അപ്പോൾ ഞാനും അത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം കുട്ടികൾ നമ്മുടെ കൂടെ ഇതിനൊക്കെ കൂടുകയാണെങ്കിൽ, ഗാർഡനിങ്ങിനൊക്കെ കൂടുകയാണെങ്കിൽ അത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ വേറെ പരിപാടികൾക്കൊന്നും പോവുകയില്ല. അത് മാത്രമല്ല അവർക്ക് ഈ ഗാർഡനിങ്ങിൽ ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചിക്കു എല്ലാത്തിനും എൻ്റെ കൂടെ കൂടാറുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കാനൊക്കെ ചെടിയൊക്കെ നനയ്ക്കാനൊക്കെ ഞാൻ അവനെ വിളിക്കാറുണ്ട്. പിന്നെ അവനും കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ. അവന് സ്വന്തമായിട്ട് കുറച്ച് ചെടികളുടെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ചിക്കു എൻ്റെ ഇളയ മോനാണ് കേട്ടോ. അപ്പോൾ ഞാനും ചിക്കും കൂടെ ഈ പോട്ടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോട്ടി മിക്സും അതുപോലെ തന്നെ നടാനുള്ള ചെടികളും ചട്ടിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയുടെ ഹോളിൽ ഞാനൊരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഡ്രെയിനേജ് അടഞ്ഞു പോവാതിരിക്കാനും വെള്ളം നന്നായിട്ട് വാർന്നു പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് ചെടി നട്ടതിന് ശേഷം ബാക്കി പോട്ടി മിക്സ് കൂടെ ഇട്ട് ഫില്ല് ചെയ്യാം. ഇനി ഈ ചെടി ആ ചട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോട്ടി മിക്സോട് കൂടി ചെടി നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ഇതിന് കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെടി ഈ ചട്ടിയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ മണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ബാക്കി പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നല്ലത്. നമ്മൾ ചെടി നടുമ്പോൾ എപ്പോഴും ചട്ടിയുടെ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ടിട്ട് ചെടി നടുക, മണ്ണ് നിറയ്ക്കുക. കാരണം നമ്മൾ പിന്നീട് വളമൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ഥലം വേണമല്ലോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ആ പോട്ടി മിക്സ് ചട്ടിയുടെ വക്ക് വരെ നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ പുറത്തേക്ക് പോകും. പിന്നെ നമുക്ക് വളം ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗം ഒഴിച്ച് ഇടുക. അത്രയും ഭാഗത്ത് മാത്രമായിട്ട് ചെടി വെക്കുക. അപ്പോൾ ഈ ചെടി ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ചെറിയ ചെടി ആയതുകൊണ്ട് കുറച്ചുകൂടെ വലുതാകുമ്പം അവർ നല്ല ഭംഗിയായിട്ട് ഉയർന്നു വന്നോളും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ആദ്യത്തെ ചെടി നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, ഇതൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഈ ചട്ടിയുടെ അകത്ത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പോട്ട് പോലത്തെ ഒരു സാധനത്തിൻ്റെ അകത്താണ് ഇവർ നഴ്സറിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മണ്ണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ലൂസായിട്ടല്ലാതെ കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സാധനം ഇതിൻ്റെ അകത്തുണ്ടെന്ന് അറിയാതെ തന്നെ ചട്ടിയിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ആ ചെടി വളരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് പുറത്തേക്ക് വളരാൻ പറ്റത്തില്ല, ചെടി അതിൻ്റെ അകത്തിരിക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് റിമൂവ് ചെയ്തിട്ട് വേണം
ഈ ചെടി നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നടാനായിട്ട്. അപ്പോൾ ഞാനൊരു കത്രിക വെച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പം വേര് കട്ടായി പോവാതെ സൂക്ഷിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പാകത്തിന് അത്രയ്ക്ക് ബലമൊക്കെ ഉള്ളൂ ഇതിന്. അപ്പോൾ എന്നിട്ടിങ്ങനെ വലിച്ചിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി അതിൻ്റെ അകത്തുനിന്ന് പോരും. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത്. കാരണം ഇങ്ങനെ ചട്ടിയിലുള്ള ചെടികൾ നമ്മൾ ആ മണ്ണ് സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു മണ്ണാണെങ്കിൽ അത് അങ്ങനെ തന്നെ പുതിയ ചട്ടിയിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ചെടിക്ക് പുറത്തേക്ക് വളരാനുള്ള വേരുകൾ വളർന്ന് വലുതാവാനുള്ള ഒരു ശേഷി അതിനുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കും, നട്ടതുപോലെ തന്നെ നമ്മൾ നിൽക്കും. അപ്പോൾ അതുണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മൾ നടുക. അപ്പോൾ ഇതിപ്പോൾ ഈ ചെടി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനിത് കണ്ടത് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചെടി ഇങ്ങനെ ഒരു മാതിരി നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി നട്ട് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വളരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം കവറെല്ലാം മാറ്റിയിട്ട് ചെടി ചട്ടിയിലേക്ക് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടികൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെടി ഇങ്ങനെ ചെറുതായിട്ട് തന്നെ വളരാണ്ട് തന്നെ നിൽക്കും. അപ്പോൾ ആ ചെടി ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ചെടിയും റിപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. കാരണം അങ്ങനെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ നമ്മൾ ചെടി നട്ടതിന് ശേഷം ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ തണൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മളിതിനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇവിടെയാണ് കുറച്ച് തണൽ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ പിന്നീട് നമ്മൾക്ക് എവിടെയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് മാറ്റിയൊക്കെ വയ്ക്കാം. സ്റ്റാൻഡിലൊക്കെ വയ്ക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാം. അപ്പോൾ എല്ലാ ചെടികളും കൂടെ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയോളം എങ്കിലും ഈ ചെടി ഇവിടെ തന്നെ ഇരിക്കുകയായിരിക്കും നല്ലത് തണലത്ത്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം തന്നെ കലാത്തിയ ചെടികളാണ്. അപ്പോൾ കലാത്തിയ ചെടികൾ അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ ഹോളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു വിധം ആയി കഴിയുമ്പോഴത്തേക്കും പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കുറച്ചൊന്ന് ക്ഷീണത്തിലായിരിക്കും നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇവർ വളർന്നു വരും. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.